ഹായ് ഓൾ, വെൽക്കം ടു അനദർ ക്ലാസ് ഓൺ ബിടെക് മാത്തമാറ്റിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ തേർഡ് മൊഡ്യൂളിലെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ, അതിൻ്റെ ഡിഫറൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട ഡെറിവേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് തിയറംസ്, അതൊക്കെയാണ് മെയിനായിട്ട് തേർഡ് മൊഡ്യൂളിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയിൽ നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ സാധാ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കറിയാം, ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻ്റഗ്രൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇൻ്റഗ്രൽ ഇതിനൊരു ലോവർ ബൗണ്ടും ഒരു അപ്പർ ബൗണ്ടും ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒക്കെ തന്നാൽ കൂടാതെ ഡി എക്സ് ഉണ്ടാവും. നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ക്യൂബ് ബൈ 3 ആണ്. അതിന് നമ്മൾ ഈ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സിന് ആദ്യം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് 1 ക്യൂബ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3 എന്ന് വരും. നമുക്കറിയാം ആൻസർ 1/3. 1 ക്യൂബ് 1 ആണ്, 1/3 എന്ന ആൻസർ വരും. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുള്ളത്. ഇതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ കോംപ്ലക്സിലോട്ട് ജസ്റ്റ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ എക്സാമിന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേഷൻ ചോദിച്ചിരുന്നു. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എഴുതിയെടുക്കുക. ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് ഐ z² dz. ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. z² dz. നമ്മൾ സാധാ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ് ക്യൂബ് ബൈ 3 ആണ്. അപ്പോൾ z² ആവുന്ന സമയത്ത് ഇൻ്റഗ്രൽ എന്തായിട്ട് വരും, z³ ബൈ 3 എന്ന് വരും. അതിന് നമ്മൾ എന്ത് കൊടുക്കുക, ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ അത് നമ്മൾ കൊടുക്കുക, അപ്പർ ലിമിറ്റ് ആണ്. നമുക്കറിയാം അതിൻ്റെ പ്രൊസീജിയറൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സെറ്റിന് പകരം ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 1 പ്ലസ് ഐ ക്യൂബ് ബൈ 3 മൈനസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കറിയാം 0 ആണ് ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ ആയിട്ട് വരിക 1 പ്ലസ് ഐ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് എക്സ്പാൻഡ് ചെയ്ത് അടുത്തൊരു സ്റ്റെപ്പും കൂടി ആൻസർ ആയിട്ട് എഴുതാം. പക്ഷേ 1 പ്ലസ് ഐ ക്യൂബ് ബൈ 3 ആണ് എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ രീതിയിൽ ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച 1-2 എണ്ണം കൂടി ചെയ്ത് നോക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ മൈനസ് പൈ ഐ ടു പൈ ഐ കോസ് സെഡ് ഡി സെറ്റ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോസ് സെഡ് ഡി സെറ്റ്. നമുക്കറിയാം കോസ് സെഡിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ സെഡ് ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സൈൻ സെഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു. സെഡിന് പകരം സൈൻ പൈ ഐ മൈനസ് സൈൻ ഓഫ് മൈനസ് പൈ ഐ ആൻസർ വരും. നമുക്ക് വേണമെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും റിസൾട്ട് നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി വലിയ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾ 1-2 പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാനിവിടെ 1-2 ക്വസ്റ്റ്യൻസ് എഴുതിയിടുന്നുണ്ട്. മറ്റു ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒന്ന് ഇൻ്റഗ്രൽ പൈ ഐ ടു 2 പൈ ഐ ഇ റേസ് ടു സെഡ് ഡി സെഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇ റേസ് ടു സെഡിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം ഇ റേസ് ടു സെഡ് തന്നെയാണ്. നമ്മൾ എക്സിൽ ഉള്ള പോലെ ആലോചിച്ചാൽ മതി. ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ആണ്. അതേപോലെ ഇ റേസ് ടു സെഡിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് മൈനസ് ഐ ടു ഐ 1/z ഡി സെഡ്. ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 1/zൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സെഡ് അല്ലെങ്കിൽ ln z ആണ് വരുന്നത്. അത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക. ഇതാണ് നമുക്കിവിടെ സ്റ്റാർട്ടിങ് ഉള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻസ് നമ്മളെങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. ദെൻ അതിനുശേഷം കുറച്ച് പാത്ത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ഇവിടെ നമുക്ക് അടുത്തൊരു തിയറം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറാണ്, നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു തിയറമാണ് കോഷീസ് ഇൻ്റഗ്രൽ തിയറം. ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ പ്രോബ്ലംസും. സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്, കാരണം സ്റ്റേറ്റ്മെൻറ്റ് 3 മാർക്കിന് സ്റ്റേറ്റ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിയറത്തിൻ്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, കോഷീസ് ഇൻ്റഗ്രൽ തിയറം. അപ്പോൾ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് പറയാം. അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കുക. നമ്മുടെ കയ്യിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, വിച്ച് ഈസ്
അനാലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി എന്ന് പറയുന്ന ഒരു ഡൊമെയിനിൽ ഈ ഫംഗ്ഷൻ ഡി എന്ന് പറയുന്ന ഒരു ഡൊമെയിനിൽ കണക്റ്റഡ് ആണെന്ന് അനാലിറ്റിക് ആണെന്ന് വിചാരിക്കാം. ഡെഫിനിഷൻ നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. നമ്മളുടെ കയ്യിലുള്ള എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡി എന്ന് പറയുന്ന ഒരു ഡൊമെയിനിൽ അനാലിറ്റിക് ആണെങ്കിൽ അവിടെ നമ്മൾ ഏതൊരു പാത്ത് സി എടുത്താലും, ഏതെങ്കിലും ഒരു പാത്ത് ഈ ഡൊമെയിനിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാത്ത് സി എടുത്താൽ ദെൻ ആ ഒരു ഇൻ്റഗ്രൽ ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ്. ഇത് ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ് ഉദ്ദേശിക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തന്നു, ആ ഒരു ഫംഗ്ഷൻ ഒരു ഡൊമെയിനിൽ അനാലിറ്റിക് ആണെങ്കിൽ ദെൻ അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് നിങ്ങൾക്ക് തന്നു, ആ പാത്ത് ഡിയിലാണെങ്കിൽ ദെൻ ആ ഒരു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇഫ് എഫ് ഓഫ് സെറ്റ് ഈസ് അനാലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി ദെൻ ഫോർ എവറി സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്, ക്ലോസ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിയിലുള്ള ഏതൊരു ക്ലോസ്ഡ് പാത്ത് നിങ്ങൾ എടുത്താലും അതിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു ഫംഗ്ഷൻ എടുത്തു, ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഞാൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇ റേസ് ടു സെഡ് എടുത്തു. നമുക്ക് പരിചിതമായിട്ടൊരു ഫംഗ്ഷൻ ഇ റേസ് ടു സെഡ്. ദെൻ ഒരു ക്ലോസ്ഡ് പാത്ത് സി ആയിട്ട് ഞാൻ എടുക്കുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 1 ആണ്. പാത്തായിട്ട് എടുക്കുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 1 ആണ്. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ഡി സെഡ് എന്താ വരിക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇത് നമുക്കറിയാം, ഇതിനൊരു ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഉണ്ടെങ്കിൽ ഇ റേസ് ടു സെഡിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു സെഡ് വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ തന്നൊരു റീജിയൻ ആണ് തന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളിപ്പോൾ ഫസ്റ്റ് ഈ ഒരു തിയറാണ് പഠിച്ചത്. ആ ഒരു റീജിയനിൽ നമ്മൾ പറഞ്ഞത് എന്താ? ഈ റീജിയൻ ഇതിൻ്റെ കേസിൽ അനാലിറ്റിക് ആണെങ്കിൽ, എല്ലാ സ്ഥലത്തും അനാലിറ്റിക് ആണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നമുക്ക് ആ റീജിയൻ ഒന്ന് വരച്ച് നോക്കാം. ഇ റേസ് ടു സെഡിൻ്റെ കാര്യം നമുക്കറിയാം. ഇ റേസ് ടു സെഡ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ് വരുന്നത്. സോ എവ്രിവെയർ കോംപ്ലക്സ് പ്ലെയിനിൽ എല്ലാ സ്ഥലത്തും എന്താണ്? അനാലിറ്റിക് ആണ്. ഇനി നമുക്ക് ഈ റീജിയനിലും കൂടെ ഒന്ന് അനാലിറ്റിക് ആണോ നോക്കിയാൽ മതി. അതിൻ്റെ മോഡ് സെഡ് ഈക്വൽ ടു 1 നമ്മളെങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോഡ് സെഡിനെ നമ്മൾ എക്സിലോട്ടും വൈയിലോട്ടും മാറ്റിയാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. കാരണം മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1. നമുക്ക് ഈ റൂട്ട് പോകാൻ വേണ്ടി ഒന്ന് സ്ക്വയർ ചെയ്യാം. രണ്ട് ഭാഗത്ത് ഞാനൊന്ന് സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ. ഇത് നമുക്കറിയാം. ഇതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന 1 റേഡിയസ് ആയിട്ടുള്ള സർക്കിളാണ്. അതായത് ഇവിടെ 1 0 ദെൻ -1 0 പോയിന്റ്സ് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ റീജിയൻ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ, അതായത് അനാലിറ്റിക്സ് നഷ്ടപ്പെടുന്ന ഒരു പോയിന്റും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ 1/z ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1/z ആണെങ്കിൽ z ഈക്വൽ ടു 0ൽ ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല, 0 ഇതിനകത്താണ്. അപ്പോൾ നമുക്ക് കോഷീസ് തിയറം കൊടുക്കാൻ പറ്റില്ല. കാരണം കോഷീസ് തിയറം ഇൻ്റഗ്രൽ ഫോർമുല കൊടുക്കണമെങ്കിൽ ഈ റീജിയണിനകത്ത് എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ അനാലിറ്റിക് ആവണം. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ അതെടുക്കണം. നമ്മളുടെ ഫംഗ്ഷൻ ഏതാണ്? ഇ റേസ് ടു സെഡ്. ഇ റേസ് ടു സെഡ് ഇതാ ഈ റീജിയണിൽ മൊത്തം അനാലിറ്റിക് ആണ്. അനാലിറ്റിക്സ് നഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ഇല്ല. നിങ്ങൾ ഏത് വാല്യൂ ഇട്ടെടുത്താലും കൃത്യമായിട്ടൊരു വാല്യൂ കിട്ടും. ഇവിടെ ഇ റേസ് ടു 0 കൊടുത്താൽ 1 ഉണ്ട്. ഇ റേസ് ടു -2 വരില്ല, പുറത്താണ്. ഒരു 0.8 ഒക്കെ കൊടുത്താലും ഉണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു റീജിയണിൽ, നിങ്ങൾ റീജിയൻ വരയ്ക്കുന്നതും കൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഈ ഒരു റീജിയണിൽ ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? അനാലിറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡെഫിനിഷൻ നിങ്ങളൊന്നുകൂടി ഒന്ന് ആലോചിക്കാം. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഉണ്ട്. അത് ഏതൊരു ക്ലോസ്ഡ് പാത്തിലും അനാലിറ്റിക് ആണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്കെന്ത് പറയാം? ബൈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം, ബൈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം നമുക്കെന്ത് പറയാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര മാത്രമാണ്? ഈ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒറ്റ കണ്ടീഷനാണ്, നമ്മളുടെ ഫംഗ്ഷൻ ഈ ഒരു റീജിയനിൽ അനാലിറ്റിക് ആയിരിക്കണം. ഇവിടെ ഫംഗ്ഷൻ 1/z ആയിരുന്നെങ്കിൽ, ഞാൻ അതാണ് നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഫംഗ്ഷൻ 1/z ആയിരുന്നെങ്കിൽ എന്താ പ്രശ്നം? 1/zൻ്റെ 0ൽ എന്തല്ല? അനാലിറ്റിക് അല്ല. 0 ആണെങ്കിൽ ഈ റീജിയനിലാണ് വരുന്നത്. കാരണം z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 0, അതാണ് ഈ പോയിന്റ്. z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിന്റ് 0 0 ആണ്. അപ്പോൾ അതിനുള്ളിലാണ്. അപ്പോൾ ഈ തിയറം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ ആദ്യം ഒന്ന് നോക്കുക, ആ റീജിയൺ ഒന്ന് വരച്ചിട്ട് നമ്മൾ ഈ ഒരു ഇ റേസ് ടു സെഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഏതാണോ വരുന്നത് അത് കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷനും
സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യനും. നിങ്ങൾ ഈ റീജിയൻ വരയ്ക്കുന്നത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ വേണമെങ്കിൽ അതിന് ഒറ്റ എക്സാമ്പിൾ കൂടി ഒന്ന് കാണിച്ചു തരാം. കാരണം റീജിയൻ വരച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മോഡ് സെഡ് ഈക്വൽ ടു 3 ഒക്കെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് മോഡ് സെഡിന് നമ്മളുടെ ആ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. √(x²+y² = 3). ദെൻ റൂട്ട് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് ഭാഗത്തും ഒന്ന് സ്ക്വയർ ചെയ്യുക. അപ്പോൾ (x²+y² = 3² എന്ന് വരും. ഏതാണ് റീജിയൻ? നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഏതാണ് റീജിയൻ ആയിട്ട് വരുന്നത്? 3 റേഡിയസ് ഉള്ള സർക്കിൾ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 0, 3 അതിനിടയിലുള്ള ഫംഗ്ഷൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ വരയ്ക്കുന്നൊന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ എക്സിലോട്ടും വൈയിലോട്ടും മാറ്റിയിട്ട് അതിനെ കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് നോക്കുക. ചിലപ്പോൾ മോഡ് Z-1 ഒക്കെ വരാം. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇനി ഒരൊറ്റ ഫോർമുലയും കൂടി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഡിഫൈൻ ചെയ്യാനൊന്നും അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാനൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ പ്രോബ്ലംസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഫോർമുല ഒന്ന് എഴുതി നോക്കാം. അതിൻ്റെ പേര് പറയുന്നത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്നാണ്. അതിൽ നിന്ന് പ്രോബ്ലംസേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, അതും അതിലൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. അതായത് ഫോർമുല പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ തന്നെ f(z) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അനാലിറ്റിക് ആണ്. ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ നിങ്ങൾ ഒരു Z0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മളുടെ ഡിയിൽ Z0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദെൻ അവിടെ ഒരു പാത്ത്, ഇതേപോലെ സി എന്ന് പറയുന്ന ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ആ സിയിലാണ് നമ്മുടെ ഈ Z0 എന്ന് വിചാരിക്കുക. സിയിലാണ് ഈ Z0 ഉള്ളതെങ്കിൽ ഈ രീതിയിലുള്ള ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി f(z) ഡിവൈഡഡ് ബൈ z മൈനസ് Z0 dz ഈക്വൽ ടു 2πi f(z0). അതായത് ഈ രീതിയിൽ നിങ്ങൾക്കൊരു ഇൻ്റഗ്രൽ തന്നാൽ, നമുക്ക് നേരത്തെ e⁻z ആയിരുന്നു, അത് ഈ രീതിയിലൊന്നല്ല. ഒരു ഫംഗ്ഷൻ മുകളിൽ അടിയിൽ ഡിവൈഡഡ് ബൈ z മൈനസ് Z0, ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനുള്ളിലായിരിക്കും. അത് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ മനസ്സിലാൻ വേണ്ടി ഇതിൻ്റെ ഒരു പിക്ചോറിക് റെപ്രസെൻറ്റേഷൻ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളുടെ ഇങ്ങനെയുള്ള ഒരു റീജിയൻ നമ്മൾ എടുത്തു. അതിനുള്ളിലാണ് നമ്മളുടെ ഈ ഒരു റീജിയൻ. അതായത് ഇത് നമ്മളുടെ ഡി ആണ്. ഇത് നമ്മളുടെ ഡി ആണ്. ഇതാണ് നമ്മളുടെ സി. നമ്മളുടെ ക്ലോസ്ഡ് പാത്ത് സി എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഇതിലാണ് Z0 എന്ന് വിചാരിക്കുക. ഇത് മൊത്തത്തിലുള്ള ഡൊമൈൻ. അതിൽ നമ്മളുടെ ക്ലോസ്ഡ് പാത്ത് സി ഉണ്ട്. അതിനുള്ളിലാണ് ഈ Z0 എങ്കിൽ ഈ രീതിയിലുള്ള ഇൻ്റഗ്രൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് 2πi × f(z0), ആ Z0 കണ്ടുപിടിച്ച് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. അത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. ഇപ്പോൾ എക്സാമിന് പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി e⁻z ഡിവൈഡഡ് ബൈ z മൈനസ് 2 dz. ദെൻ അവിടെ അവർ സി ആയിട്ട് പറയുന്നത് മോഡ് z ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അതുമായിട്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറയില്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് e⁻z ആയിരുന്നു. ഇവിടെ e⁻z ബൈ z മൈനസ് 2 dz. അപ്പോൾ ഈ ഒരു ഫോമുമായിട്ട് നമ്മളുടെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ f(z) എന്ന് പറയുന്നത്, ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം, f(z) എന്ന് പറയുന്നത് e⁻z ആണ്. Z0 എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടി നോക്കേണ്ടത് ഈ പോയിന്റ് സിയിലാണോ എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഈ Z0 എന്ന് പറയുന്ന പോയിന്റ് സിയിലായിരിക്കണം. ടോട്ടൽ ഡിയിലുണ്ട്. സോ നമുക്ക് ഈ റീജിയൻ എന്താ, മോഡ് z ഈക്വൽ ടു 3 ആണ്. മോഡ് z ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ ഓൾറെഡി അത് വരച്ചിരുന്നു. മോഡ് z ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3 റേഡിയസ് വരുന്ന സർക്കിളാണ്. അപ്പോൾ Z0 ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എങ്ങനെയാണ് കിട്ടുക? 2 എന്ന് പറയുന്ന പോയിന്റ് അതിന് നമ്മൾ കോംപ്ലക്സിലോട്ട് ആലോചിക്കുക. കാരണം 2 എന്ന് പറഞ്ഞാൽ 2 + 0i ആണ്. ഏതാണ് ആ പോയിന്റ് വരുന്നത്? 2 0 എന്നാണ് പോയിന്റ്. ഇതാ ഏകദേശം ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്, സർക്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ Z0 2 അതിനുള്ളിലാണ്. അപ്പോൾ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ഈ 2 എന്ന് പറഞ്ഞാൽ 2 + 0i നമുക്ക് എഴുതാം. അതിനെ നമ്മൾ എന്തിലോട്ട് ആലോചിക്കാം? നമ്മളുടെ പ്ലെയിനിലോട്ട് ആലോചിക്കാം. സോ നമുക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. സോ ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഇൻ്റഗ്രൽ ഓവർ സി e⁻z ബൈ z മൈനസ് 2 dz എന്ത് വരും? 2πi × f(z0) എന്നാണ് പറഞ്ഞത്. ഇവിടെ Z0 2 ആയതുകൊണ്ട് f(2). അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? f(z) വേണം. f(z) എന്താ? f(z) എന്ന് പറഞ്ഞാൽ e⁻z ആണ്. അപ്പോൾ f(2) എന്ന് പറഞ്ഞാൽ എന്താ വരിക? f(2) എന്ന് പറഞ്ഞാൽ e⁻2. ജസ്റ്റ് അതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എന്ത് വരും? 2πi × e⁻2. 2πi × e⁻2. അങ്ങനെയാണ് ഈ ഇൻ്റഗ്രൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, നേരത്തെ നമ്മൾ പറഞ്ഞത് കോഷീസ് ഇൻ്റഗ്രൽ തിയറം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്തത്
കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ അത് വളരെ ഡയറക്റ്റ് ആണ്. നിങ്ങൾ സാധാ ഇൻറ്റഗ്രേറ്റ് ചെയ്യും പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബേസിക് ഇൻറ്റഗ്രേഷൻ്റെ റിസൾട്ട് സെറ്റ് സ്ക്വയർ സെറ്റ് ക്യൂബ് ബൈ 3 ആണ്. കോസ് സെറ്റ് സൈൻ സെറ്റ് ആണ്. ഇ റേസ് ടു സെറ്റ് ആണ്. 1/z ലോഗ് സെറ്റ് ആണ് എന്നുള്ള കാര്യം ഉള്ളിക്കും. കോഷ്യസ് ഇൻറ്റഗ്രൽ തിയറം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു ഡൊമൈൻ ഡിയിൽ അനാലിറ്റിക് ആണെങ്കിൽ അതിൽ ഏതൊരു ക്ലോസ്ഡ് പാത്ത് നമ്മൾ എടുത്താലും അവിടെ അത് അനാലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രൽ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. ഇ റേസ് ടു സെറ്റ് റീജിയൻ ഏതാണ്? മോഡ് സെറ്റ് ഈക്വൽ ടു 1 റേഡിയസ് വരുന്ന സർക്കിൾ. സോ അവിടെ എല്ലാ സ്ഥലത്തും ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ത് വരും? 0 ബൈ കോഷ്യസ് ഇൻറ്റഗ്രൽ തിയറം. ഇനി കോഷ്യസ് ഇൻറ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോമിലാണെങ്കിൽ എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട്. ഈ സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമ്മളുടെ റീജിയനിലായിരിക്കണം. 2πi ഇൻറ്റു എഫ് ഓഫ് സെറ്റ് നോട്ട്. അതിനെന്ത് ഈ ഒരു ചിത്രം മതി. ഡി ഡൊമൈൻ ആണ്. ദെൻ സി നമ്മുടെ ക്ലോസ്ഡ് പാത്താണ്. സെറ്റ് നോട്ട് അതിനുള്ളിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് നമ്മളുടെ ആ ഒരു ഫോർമാറ്റിലാണ്. റീജിയൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെറ്റ് നോട്ട് 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2 + 0 ആയി. 20 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അത് 3 റേഡിയസ് വരുന്ന സർക്കിളിൻ്റെ ഉള്ളിലാണ്. കാരണം 20 ഏകദേശം ഇവിടെ വരും. അപ്പോൾ നമുക്ക് ആ ഫോർമുല അനുസരിച്ച് 2πi ഇൻറ്റു എഫ് ഓഫ് 2 എന്ന് എഴുതാം. എഫ് ഓഫ് 2 എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ഫംഗ്ഷനിൽ സെറ്റിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ പോയിന്റ് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ എക്സാമിന് ഇൻറ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. ക്ലോസ്ഡ് പാത്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ കോഷ്യസ് ഇൻറ്റഗ്രൽ തിയറം അല്ലെങ്കിൽ കോഷ്യസ് ഇൻറ്റഗ്രൽ ഫോർമുല. ഇനി നമുക്ക് ഇതേ രീതിയിലുള്ള ഇതിൻ്റെ ഹയർ ഡെറിവേറ്റീവ്സ് അതേപോലെ അടുത്ത മൊഡ്യൂളിലും കുറച്ച് തിയറംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിൽ നിങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മളുടെ തേർഡ് മൊഡ്യൂളിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഈ രീതിയിലുള്ള ഇൻറ്റഗ്രേഷനാണ്. നമ്മളുടെ കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രേഷൻ. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞു. ഇവിടെ വരുന്നത് അതിൻ്റെ ഇൻറ്റഗ്രേഷനാണ്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെയും ക്ലാസ്സിലുമായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ നോട്ട്സ് ഒക്കെ എഴുതി എടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ റൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.